സിനിമ അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ജനപ്രവാഹമാണ് തിയേറ്ററുകളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. തുടരുമെന്ന മോഹൻലാൽ സിനിമയാണ് ഇതിന് കാരണമായി മാറിയത്. ഏപ്രിൽ 25-ന് റിലീസ് ചെയ്ത ഈ സിനിമ ഒരു മാസത്തേക്ക് അടുക്കുമ്പോൾ റിലീസ് ദിവസത്തേക്കാൾ കൂടുതൽ വരുമാനമാണ് കിട്ടുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ അഭിനയിച്ച എമ്പുരാൻ ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ച തരംഗത്തിന് പിന്നാലെയാണ് തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയിലൂടെ മോഹൻലാൽ മായാജാലം കാണിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ പണം വാരി പടമായാണ് എമ്പുരാൻ തിയേറ്റർ കുതിപ്പ് അവസാനിപ്പിച്ചത്. എമ്പുരാൻ നിർത്തിയെടുത്തു നിന്നാണ് തുടരും തുടങ്ങിയത്. ഇപ്പോഴിതാ മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തം പേരിൽ കുറിക്കുകയാണ് തുടരും. വലിയ ഹൈപ്പിലും പ്രൊമോഷനിലും ക്വാളിറ്റി മേക്കിങ്ങിലും എത്തിയ എമ്പുരാന് പോലും തൊടാനാകാത്ത റെക്കോർഡാണ് തുടരും സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിൽക്കുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡാണ് തുടരും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ റെക്കോർഡ് മലയാളത്തിലെ ആദ്യത്തെ 200 കോടി ക്ലബ് സിനിമയായ മഞ്ഞുമ്മൽ ബോയ്സിന്റെ പേരിലായിരുന്നു. ബുക്ക് മൈ ഷോയിൽ 43 ലക്ഷം ടിക്കറ്റുകളാണ് മഞ്ഞുമ്മൽ ബോയ്സ് ലൈഫ് ടൈമിൽ വിറ്റത്. എന്നാൽ റിലീസ് ചെയ്ത് ഒരു മാസം പിന്നിടും മുൻപ് തന്നെ 43.30 ലക്ഷം ടിക്കറ്റുകളാണ് തുടരും വിറ്റത്. വേനലവധിക്കാലം കഴിയാൻ ഇനിയും 2 ആഴ്ച കൂടി ഉള്ളതിനാൽ തുടരും ഇനിയും തിയേറ്ററുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് കരുതുന്നത്. എമ്പുരാനാണ് ഈ ഓൾ ടൈം ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ളത്. 37.5 ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റത്. 4-ാം സ്ഥാനത്ത് ആവേശം 30 ലക്ഷം ടിക്കറ്റുകളും 5-ാം സ്ഥാനത്തുള്ള ആടുജീവിതം 29.2 ലക്ഷം ടിക്കറ്റുകളുമാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത്. മോഹൻലാലിന്റെ കുടുംബ സിനിമ മികച്ച അഭിപ്രായം നേടിയാൽ തിയേറ്ററിൽ ആള് നിറയും എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിച്ച ഒരു സിനിമയാണ് തുടരും. തുടരും നേടുന്ന ഫൈനൽ കളക്ഷൻ എത്രയെന്ന് ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സ്ഥിതിയാണ് ഉള്ളത്. സമീപകാലത്ത് ഏറ്റവും അധികം റിപ്പീറ്റ് ഓഡിയൻസിനെ നേടിയ ചിത്രം കൂടിയാണ് തുടരും. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എമ്പുരാനാണ്. 2-ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 242.25 കോടി രൂപയും 3-ാമതുള്ളത് തുടരും സിനിമ 220 കോടി രൂപയുമാണ് കളക്ഷൻ. നിലവിൽ കുതിപ്പ് തുടർന്നാൽ മഞ്ഞുമ്മലിനെ മറികടന്ന് തുടരും 2-ാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത കൂടുതലാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയിൽ ബെൻസ് അഥവാ ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലിനെ കൂടാതെ ശോഭന, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, ഇർഷാദ് എന്നിവരും ശ്രദ്ധേയമായ വേഷത്തിൽ എത്തുന്നുണ്ട്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M രഞ്ജിത്ത് ആണ് തുടരും നിർമ്മിച്ചിരിക്കുന്നത്. ഷാജി കുമാറാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്.